വളരെ കൗതുകമുള്ളൊരു കാഴ്ചയാണ് ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത്. ഇത് ഒരു ഹോണ്ട ഡിയോ BS6 വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടി 1.5 വർഷം കൊണ്ട് വണ്ടി ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരുന്ന വണ്ടിയാണ്. സ്റ്റാർട്ട് പോലും ചെയ്യാതെ മാറ്റി വെച്ചിരുന്ന വണ്ടിയാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഷോപ്പിൽ കൊണ്ടുവന്നു. ഒന്ന് റണ്ണിങ് കണ്ടീഷനാക്കി കൊടുക്കാനായിട്ട് ഷോപ്പിൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ കൊണ്ടുവന്നപ്പോഴേ ഇതിൻ്റെ ചുറ്റിലും ഒരുപാട് തേനീച്ചകൾ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ബാക്ക് ബോക്സ് അഴിച്ച സമയത്ത് ഈ തേനീച്ചയൊക്കെ പറന്നുപോയി. ഒരുപാട് തേനീച്ച ഉണ്ടായിരുന്നു. ആ തേനീച്ചയെല്ലാം പറന്നുപോയി. അപ്പോൾ എനിക്ക് ഒരുപാട് അത്ഭുതം ഉണ്ടായ ഒരു കാര്യമാണ് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ. ഈ വണ്ടിയിൽ നിന്ന് തുള്ളി തുള്ളിയായിട്ട് ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്നത് തേനാണ്. നല്ല ശുദ്ധമായ തേനാണ്. കണ്ടില്ലേ, ആ തുള്ളി തുള്ളിയായിട്ട് തറയിൽ വീണുകൊണ്ടിരിക്കുകയാണ്. ഈ തറയിൽ വീണ് കിടക്കുന്നത് നല്ല ശുദ്ധമായ തേനാണ്. നമ്മുടെയൊക്കെ നാട്ടിൽ ഇതിനെ ചെറുതേനെന്ന് പറയും. ചെറിയ തേനീച്ചയുടെ തേനാണ്. തേനീച്ച ഒരുപാടുണ്ടായിരുന്നു. അത് ഞാൻ ഈ പുറകിലത്തെ ബോക്സൊക്കെ അഴിച്ച സമയത്തിനെല്ലാം പറന്നുപോയി. ഒരുപാട് തേനീച്ച ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കൂട് ഇവിടെ എവിടെയോ ഉണ്ട്. ഞാൻ അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ വണ്ടിയിൽ തന്നെ ഇതിൻ്റെ കൂടുണ്ട്. നിങ്ങൾ ശരിക്കും നോക്കണേ. കണ്ടില്ലേ, ഈ കാണുന്നതാണ് തേനീച്ചയുടെ കൂട്. ഇതെങ്ങനെയാണ് ഇതിനകത്ത് കൂട് വെച്ചതെന്നുള്ളത് ഒരു പിടിയും കിട്ടുന്നില്ല. ആ മൾഗാർഡിൻ്റെ ആ പുറകിൽ വരുന്ന ആ ചെറിയ പീസിനകത്താണ് ഇതിൻ്റെ കൂട്. അത്യാവശ്യം വലിയൊരു കൂടാണ്. കണ്ടില്ലേ, ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഈ കൂട് വെച്ചിരിക്കുന്നത്. അതിൻ്റെ മുട്ടയൊക്കെ അതിനകത്തുണ്ട്. ആ തേനീച്ചയുടെ മുട്ടയൊക്കെ അതിനകത്തുണ്ട്. അപ്പം നമുക്കെന്തായാലും ഇത് എടുത്ത് മാറ്റിയേ പറ്റൂ, അല്ല വേറെ വഴിയില്ല. ഈ കൂട്ടിൽ നിന്നാണ് തേൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ ആ ഒരു കഴിവ് സമ്മതിച്ചേ പറ്റൂ. ഈ തേനീച്ചയുടെയൊക്കെ കഴിവ് സമ്മതിച്ചു കൊടുത്തേ പറ്റൂല്ലേ. കാരണം ഇത് എങ്ങനെ ഇതിനകത്ത് കയറി പറ്റിയെന്നുള്ളത് ഒരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പോൾ 1.5 വർഷമൊക്കെ ഉപയോഗിക്കാതെ വെച്ചിരുന്ന വണ്ടി ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ അതിനകത്ത് അതിമനോഹരമായൊരു കൂടാണ് അത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ കൂട് മാറ്റണം. നമുക്ക് മാറ്റാതിരിക്കാൻ പറ്റില്ല. കാരണം നമുക്ക് എന്തായാലും വണ്ടി എന്തായാലും കസ്റ്റമറിന് പണി ചെയ്ത് കൊടുത്തല്ലേ പറ്റൂ.